കർത്തന്റെ വീട്. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി അവനെ സ്തുതികളും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിപ്രകാരം പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, എന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിങ്ങൾക്ക് യാത്ര അധികമായിട്ട് ആരംഭിച്ചു. ദൈവ തിരുനാമത്തിനുണ്ടാവട്ടെ. സ്നേഹം നിറഞ്ഞ മക്കളെ, പ്രിയപ്പെട്ടവരെ, വാത്സല്യമുള്ള വൈദിക സഹോദരങ്ങളെ, നമ്മുടെ LCA നേതൃത്വത്തിൽ രണ്ടാമത്തെ മേഖലയിലേക്ക് വചന സഞ്ചാരം അല്ലെ വചന യാത്ര നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇതിനടുത്ത് മാർത്തോമാ ശ്ലീഹ വന്നിറങ്ങിയ പുണ്യഭൂമിയിൽ ആരംഭിച്ച ഈ വചനയാത്ര അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്നുള്ള തരത്തിൽ കർത്താവിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശ്ലീഹായുടെ മറ്റൊരു ഇടം സ്ഥിതി ചെയ്യുന്ന നിലയ്ക്കൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ ആ ഒരു പ്രദേശത്തേക്ക് ഈ റാന്നി മേഖലയിലെ ആ യാത്ര വന്ന് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ മാർത്തോമാ ശ്ലീഹായുടെ ഈ നമ്മളിലേക്കുള്ള ആ ഒരു വരവ്, ഈ നാട്ടിലേക്ക് സുവിശേഷവുമായി വന്നത്, അത് ഋഷിക്ക് ഇവരെ അങ്ങനെയൊക്കെ ആലോചിച്ചാണോ അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നെനിക്കറിയില്ല. പക്ഷെ അതിലെല്ലാം നമ്മൾ കാണുന്ന ഒരു വലിയ ദൈവപരിപാലനയാണ്. മാർത്തോമാ ശ്ലീഹ കടന്നു വന്ന സുവിശേഷം പ്രസംഗിച്ച, പള്ളികൾ സ്ഥാപിച്ച, കൂട്ടായ്മകൾ സ്ഥാപിച്ച ഇടങ്ങളിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര, അത് മാർത്തോമാ ശ്ലീഹായുടെ ഈ വലിയ ഇടത്തേക്കുള്ള നിലയ്ക്കൽ എന്നുള്ളതായ ആ സ്ഥലം ഉൾക്കൊള്ളുന്ന പ്രദേശത്തേക്ക് നമ്മൾ കടന്നു വരുന്ന ദിവസമാണ്. ഇവിടെ പ്രിയപ്പെട്ട മകള് സൂചിപ്പിച്ചതുപോലെ വചനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യമാണ് നമ്മളെ അറിയിക്കുന്നത്. കർത്താവ് തൻ്റെ സാന്നിധ്യം വചനത്തിലൂടെയാണ് നമ്മളോട് പറയുന്നത്. വചനം നമുക്ക് അനുഭവവേദ്യമാകുന്നത് അങ്ങനെയാണല്ലോ.
സാധിക്കുന്ന അത്രയും നമ്മൾ വചനവുമായി അടുത്ത് ബന്ധപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തിട്ടുണ്ട്. മറ്റ് സഭകളെ അപേക്ഷിച്ച് പ്രത്യേകിച്ചും സിറോ മലബാർ സഭയോ അല്ലെങ്കിൽ എത്തിൻ സഭയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് സത്യത്തിലെ വചനത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ വളരുവാൻ. ഒരുപക്ഷെ നമ്മൾ സിറോ മലബാർ സഭയിലോ അല്ലെങ്കിൽ എത്തിൻ സഭയിലോ കാണുന്നത് ഉദാശപരമായ കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നു. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് ശേഷം തീർച്ചയായിട്ടും അങ്ങനെ വലിയൊരു കാര്യം അവിടെയും ഉണ്ടായിട്ടുള്ളത് നമ്മളെ സന്തോഷിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ തന്നെ വചനവുമായി ബന്ധപ്പെട്ട ഒരു നല്ല രീതി, അതിൻ്റെ പ്രവർത്തനം നമുക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ വീടുകളിലെല്ലാം വചനം വായിക്കുന്നു, അതുപോലെ തന്നെ പാട്ടുപാടി സന്ധ്യയ്ക്ക് പ്രഭാതത്തിലുള്ള നമ്മുടെ വചന വായനയെല്ലാം നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹപൂരിതമാക്കുകയും. അപ്പം മലങ്കര സഭയിൽ നമ്മൾ ഇത് രണ്ടും കൂടി സംയോജിപ്പിക്കുകയും ഉദാശപരമായ അനുഗ്രഹവും അതോടൊപ്പം തന്നെ വിശുദ്ധ വചനത്തിലുള്ളതായ ആ ഒരു വലിയ ബന്ധവും സ്നേഹവും. നമുക്ക് ഈ യാത്ര നമുക്ക് ആരംഭിക്കാം. വചനത്തോടുള്ള നമ്മുടെ സ്നേഹം നമ്മളെ പ്രധാനമായും ദൈവം വചനത്തിലൂടെയാണ് സർവ്വത സൃഷ്ടിച്ചത്. ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ വചനമായ ദൈവം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ മനുഷ്യനെ പോലെ അവൻ കടന്നു വന്നു നമ്മളെല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പൊ നമ്മൾ വചനം നമ്മൾ തൊടുമ്പോൾ, വചനത്തെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശരിക്കും നമ്മൾ യേശുക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ദൈവം അങ്ങനെയാണ് അത് ക്രമീകരിച്ചത്. വചനത്തിലൂടെ നമുക്ക് കുർബാന ഒരു ദിവസം, ഒരു നേരം മാത്രമേ, അല്ല ഒരു സമയത്ത് മാത്രമേ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. കുർബാന നമുക്ക് താല്പര്യമുള്ളപ്പോഴൊക്കെ പോയി കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് ഒരു പ്രാവശ്യമാണ് ഒരു ദിവസം നമുക്ക് ചെയ്യുന്നത്. പക്ഷെ വചനം അങ്ങനെയല്ല. വചനമില്ല ഇപ്പോഴും നമ്മുടെ നാവിൽ അത് ഒരു ഇട്ടുകൊണ്ടേയിരിക്കും. ഇത് രണ്ടും നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയാകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, അതിൻ്റെ അനുസ്മരണം വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് ബുദ്ധിയിരിക്കുവാൻ, കൂടുതൽ ഉത്സാഹം ഉണ്ടാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ശത്രുവിനെ നേരിടുന്നത് വചനത്തിലൂടെയാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ചു. തിന്മപ്പെട്ടവനെ നമ്മൾ ബന്ധിക്കുന്നത് വചനം ഉദ്ധരിച്ചാണ്. നമ്മുടെ രോഗികളെ കാണാൻ പോകുമ്പോൾ വചനം ഉദ്ധരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ മരണ വീട്ടിൽ പോകുമ്പോൾ വചനം ഉദ്ധരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചെടുക്കുന്ന അവസരം വചനം ഉദ്ധരിച്ചുകൊണ്ട് അത് ചെയ്യണം. നമുക്ക് അതിനുള്ള ഒരു രൂപീകരണവും അതിനുള്ളതായ ഒരു അവസരവുമായിട്ട് നമുക്ക് ഈ വചനയാത്ര തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ MCA, നമ്മുടെ അതിരൂപത സമിതി അതിലൊത്തിരിയേറെ നേതൃത്വം നൽകുന്നു. വളരെ പ്രത്യേകിച്ച് ഞാൻ ജസ്റ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ജസ്റ്റിന് എടുത്തിട്ടുള്ള, അതായത് നമ്മുടെ MCA സെക്രട്ടറി എടുത്തിട്ടുള്ള വലിയൊരു നേതൃത്വം, അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടി, അദ്ദേഹത്തിൻ്റെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ വചന വർഷവുമായി ബന്ധപ്പെടുത്തി അതൊരു നല്ല ശുശ്രൂഷയായിട്ട് നൽകുവാൻ, അത് കൊടുക്കുവാൻ ഉള്ള ഒരു പരിശ്രമമാണ്. നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് നേടാം. ഈ റാന്നി മേഖലയിലെ MCA, അതിൻ്റെ പ്രസിഡന്റ്, അതിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ഉള്ള സന്നിഹിതരായി നമ്മുടെ ഈ ഇവിടെ തുടങ്ങുന്നു. അത് ഏറ്റവും അവസാനിക്കുന്നത് നമ്മുടെ റാന്നി ചെക്കോമക്കര ഇടവക ക്രിസ്തുരാജ ദേവാലയത്തിലാണ്. രണ്ടും മനോഹരമായ അനുഭവം തന്നെ. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചന യാത്ര അതിൻ്റെ രണ്ടാം ഘട്ടം മാർത്തോമാശ്ലീഹായുടെ പൈതൃകം ഉറങ്ങുന്ന ഈ നിലയ്ക്കൽ പ്രദേശത്തേക്ക് അതിൻ്റെ ആ ശംഖുനാഥം കൊണ്ട് അത് കടന്നു വരുന്നു. അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ നാമം നൽകുന്നു.
സത്യവുമാകുന്ന കരളി ചെയ്ത ഞങ്ങളുടെ കർത്താവേ, വചനമായിരുന്ന നീ കാലത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ച് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ എല്ലാവിധമായ പീഡകളുമേറ്റ് ഞങ്ങളെ സ്വതന്ത്രരാക്കി. എൻ്റെ വചനത്തിലുള്ള സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, വചനമാകുന്ന ആ വലിയ മാരി ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ ഈ മക്കള് ഈ റാന്നി മേഖലയിൽ നടത്തുന്നതായ ഈ വചനയാത്ര അനുഗ്രഹമാകണം. എല്ലാവിധമായ സംരക്ഷണം നൽകണം. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം. വേദനിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണം. ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് കർത്താവേ നിന്റെ വചനം ബലമായി തീരട്ടെ. മരുന്നോ ലേഖനമോ ഔഷധവുമല്ല, നിന്റെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയുള്ള വിലയേറിയ വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളുടെ വഴിക്ക് പ്രകാശവും ഞങ്ങളുടെ ഊടുവഴികൾക്ക് അത് നന്മയുമായിട്ട് തീരുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ 30, 60, 100 അത് നൽകി ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഈ ശുശ്രൂഷ സമാപിക്കുന്നതുവരെയുള്ള എല്ലാ യാത്രകളും എല്ലാ ഇടങ്ങളിലെയും എല്ലാ ദേവാലയങ്ങളിലെയും ആ അനുഭവം അതുപോലെ തന്നെ സ്വീകരണവും എല്ലാം അവിടുത്തെ തിരുനാമത്തിൽ ആശീർവദിച്ച്